എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഹോളോവേഴ്സിന്റെ ഡയമെൻഷൻ ആയിരിക്കും കാണിക്കുക. അവിടെയാണെങ്കിൽ ഗ്രാൻഡ് ഫിഷർ എന്ന് പേരുള്ള അവർ കൂടിയ ഒരു ഹോളോവർ അതാണെങ്കിൽ ഇപ്പൊ ഹ്യൂമൻ വേൾഡിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ഹീറോയെയും അവന്റെ ഫാമിലിയെയും കാണിക്കുകയാണ്. അവരെല്ലാവരും അവരുടെ അമ്മയുടെ ഡെത്ത് ആനിവേഴ്സറി പ്രമാണിച്ച് ആ കല്ലറയിലേക്ക് വരികയാണ്. പപ്പയാണെങ്കിൽ എപ്പോഴത്തേതും പോലെ തലകുത്തി മറിഞ്ഞും കുട്ടിക്കരണം മറിഞ്ഞുമൊക്കെ സർക്കസ് കാണിക്കാൻ തുടങ്ങും. അത് കണ്ട യൂസോയ്ക്കാണെങ്കിൽ കലിയിളകി അവൾ കാല് മടക്കി പപ്പയെ ആഞ്ഞു ചവിട്ടും. ആ ഒരു ചവിട്ടില് പപ്പയാണെങ്കിൽ അങ്ങനെ മറിഞ്ഞ് ദൂരേക്ക് തെറിച്ചു പോവും. അവരുടെ അമ്മയുടെ കല്ലറയുള്ളത് അതൊരു വലിയ കുന്നിന്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം കുത്തനെ നടന്ന് ഹീറോയുടെ സിസ്റ്റേഴ്സ് അവർ രണ്ടുപേരും ഇപ്പൊ വല്ലാതെ ടയർഡായി കഴിഞ്ഞു. അപ്പോഴാണെങ്കിൽ ഭയങ്കര വെയിലൊക്കെ അടിച്ച് നമ്മുടെ ചെക്കന്റെ ബോഡി മുഴുവൻ ടാൻ വീണിരിക്കുകയാണ്. അവനാണെങ്കിൽ ചെറുപ്പൊക്കെ തുടച്ച് അവന്റെ സിസ്റ്റേഴ്സുമായി വീണ്ടും ആ മല കയറുമ്പോഴായിരിക്കും ദൂരത്ത് നിന്ന് ഏതോ ഒരു പെൺകുട്ടി അവരെ നോക്കി കൈവീശുന്നത് കാണുക. ഹീറോയുടെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ പരസ്പരം നോക്കും. കാരണം അങ്ങനെ ഒരു പെൺകുട്ടിയെ അവർക്ക് പരിചയമില്ല. ഹീറോയ്ക്ക് അവൾ ആരാണെന്ന് മനസ്സിലാവില്ല. അവൻ അങ്ങനെ സൂം ചെയ്ത് കൃത്യമായിട്ടൊന്ന് നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ റുക്കിയ. അവളൊരു വമ്പ സ്മൈലൊക്കെ കൊടുത്ത് നമ്മുടെ ഹീറോയെ നോക്കി കൈവീശി കാണിക്കുകയാണ്. അവളെ കാണേണ്ട താമസം ഹീറോ അവൻ ഷോക്കാവും. അത്ര നേരവും തളർന്നിരുന്ന നമ്മുടെ ഹീറോ അവൻ രണ്ട് സിസ്റ്റേഴ്സിനെ വിട്ട് റുക്കിയയുടെ അടുത്തേക്ക് ഓടുകയാണ്. സിസ്റ്റേഴ്സിന്റെ കണ്ണിൽ പെടാതെ എത്രയും വേഗം അവിടുന്ന് മാറ്റിക്കൊണ്ട് പോകണം എന്നതാണ് അവന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. കരികിനാണെങ്കിൽ അത് കണ്ട് ചിരിച്ച് അവളുടെ സിസ്റ്ററിനോട് പറയും, നമ്മുടെ പപ്പ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് സത്യമൊക്കെ ഉണ്ട്. നമ്മുടെ ചേട്ടന്റെ ലവർ ആയിരിക്കാം ഒരു പക്ഷെ അവള്. ചേട്ടന്റെ നാണവും വെപ്രാളവും ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഹീറോ ആണെങ്കിൽ റുക്കിയോട് നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ ചോദിക്കും. അതിനവള് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്റെ അമ്മയെക്കുറിച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. നിനക്ക് വിരോധമില്ലെങ്കിൽ അതെന്നോട് പറയാമോ? എനിക്കറിയാം നിന്റെ അമ്മയുടെ മരണം ഒരു സാധാരണ മരണമല്ല, അതൊരു കൊലപാതകമാണ്. അത് കേട്ട് ഹീറോ ആണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ അവന്റെ അമ്മയുടെ കല്ലറയിലേക്ക് പോവും. അവളാണെങ്കിൽ പിന്നാലെ വന്ന് അവനോട് വീണ്ടും ചോദിക്കുകയാണ്, സത്യം പറയ്, നിന്റെ അമ്മയുടെ മരണത്തിന് പിന്നിൽ ഒരു ഹോളോവർ ആണോ? അപ്പൊ ദൂരത്തായിട്ട് ഗോൾഡ് റീപ്പർ ഈ കാര്യങ്ങളെല്ലാം കണ്ട് അങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ റുക്കിയാണെങ്കിൽ വീണ്ടും അവനോട് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിൽ കൺട്രോൾ പോയ അവൻ ദേഷ്യപ്പെട്ട് പറയും, എന്റെ അമ്മയെ കൊന്നത് ഹോളോ ഒന്നും അല്ല, അത് ഞാനാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് അവൻ അവിടുന്ന് ഓടിപ്പോവും. കട്ട് ചെയ്താ ഇപ്പൊ ടാക്സിമിയുടെ വീട്ടിലേക്ക് ഒർഹിബ വന്നിരിക്കുകയാണ്. അവരാണെങ്കിൽ ഹീറോയെ കുറിച്ചായിരിക്കും ചില കാര്യങ്ങൾ സംസാരിക്കുക. ഒർഹിബയാണെങ്കിൽ ടത്സുകയോട് പറയും, ഞാൻ ആക്ച്വലി അവനെ കുറിച്ചൊരു സീക്രട്ട് അത് കണ്ടെത്തി. അവൻ ഈ ലോകത്തെ രക്ഷിക്കാനായി വന്ന ഒരു സൂപ്പർ ഹീറോ ആണ്. അത് കേട്ട് ടക്സുമി അവളാണെങ്കിൽ ചിരിക്കാൻ തുടങ്ങും. ഈ പറഞ്ഞ സൂപ്പർ ഹീറോയെ എനിക്ക് വളരെ ചെറുപ്പം മുതലേ അറിയാം. അവൻ ചെറുപ്പം മുതലേ ഒരു ലോലനാണ്. ആദ്യമായിട്ട് ഞാൻ അവനെ കാണുന്നത് 4 വയസ്സുള്ളപ്പോൾ ഫൈറ്റിംഗ് ക്ലാസ്സിൽ വെച്ചാണ്. അവൻ അവന്റെ അമ്മയുടെ വിരളിൽ തോങ്ങി പേടിച്ച് ആ ഫൈറ്റിംഗ് ക്ലാസ്സിലേക്ക് വന്ന കാര്യം അതിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവൻ ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്തത് പോലും എന്നോടൊപ്പമായിരുന്നു. ഫസ്റ്റ് ഫൈറ്റിൽ തന്നെ തോറ്റ് അവൻ പൊട്ടിക്കരഞ്ഞു. അവന്റെ അമ്മ സങ്കടവും കരച്ചിലും ഒക്കെ കേട്ട് അവിടേക്ക് ഓടി വന്നു. അമ്മയെ കാണേണ്ട താമസം അവൻ ഭയങ്കര സന്തോഷത്തില് അമ്മയെ ഹഗ് ചെയ്തു. അതിനുശേഷം അവന്റെ 9ാമത്തെ വയസ്സിലാണ് അവന്റെ അമ്മ അവനെ വിട്ടു പോയത്. ഈ വാർത്ത അറിഞ്ഞ് ഞാൻ അവനെ തേടി അവന്റെ അടുത്തേക്ക് ചെന്നു. അമ്മയെ കാണാതെ ഒരുപാട് വിഷമത്തിൽ അലഞ്ഞു നടക്കുന്ന അവനെയാണ് എനിക്ക് അവിടെ വെച്ച് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട് ഒരിക്കലും അവന്റെ മുഖത്ത് നല്ലൊരു സന്തോഷം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ റുക്കിയെ കാണിക്കും. അവളാണെങ്കിൽ അങ്ങനെ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. അവളുടെ മനസ്സിൽ ഇപ്പോഴും ഹീറോ അവളോട് പറഞ്ഞ കാര്യമാണ് അവന്റെ അമ്മയെ കൊന്നത് അത് അവനാണെന്നുള്ള കാര്യം. അവൾക്കാണെങ്കിൽ ഇപ്പോഴും അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ടില്ല. അടുത്ത സെക്കൻഡ് അവളുടെ ബാഗ് തുറന്ന് ആ കരടി ബൊമ്മ അത് പുറത്തേക്ക് വരും. അവളാണെങ്കിൽ ടെൻഷനായി, നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടില്ലേ എന്റെ പെർമിഷൻ ഇല്ലാതെ പുറത്തേക്ക് വരാൻ പാടില്ല എന്ന്. അതിനവനാണെങ്കിൽ ടെൻഷനാവും, എന്നെ കൊണ്ട് പറ്റില്ല, ഇതിൽ ഭയങ്കര ചൂടാണ്, ഈ ബാഗിൽ കിടന്ന ഞാൻ ഒരുപക്ഷെ വെന്ത് ഫ്രൈ ആയി പോവും. അപ്പോഴാണെങ്കിൽ ദൂരത്തായിട്ട് ആരോ കൂർക്കം വലിക്കുന്ന ശബ്ദം അതവൾ കേൾക്കുകയാണ്. അവൾ ആ ഭാഗത്തേക്ക് നടന്നു വരും. അപ്പൊ അവൾ കാണും മരത്തിന്റെ ചോട്ടിലിരുന്ന് ഉറങ്ങുന്ന ഒരു സോൾ റീപ്പറിനെ. അതേസമയം ഹീറോ അവനാണെങ്കിൽ ഒരുപാട് പേടിയോടെയും സങ്കടത്തോടെയും അവന്റെ അമ്മ മരിച്ച ആ ഒരു ദിവസത്തെ കുറിച്ച് ആലോചിക്കും. അന്നാണെങ്കിൽ നന്നായിട്ട് മഴ പെയ്യുന്ന ഒരു ദിവസമായിരുന്നു. ഫൈറ്റിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അവനും അവന്റെ അമ്മയും ഹാപ്പി ആയിട്ട് വരികയാണ്. അടുത്ത നിമിഷം ഒരു വണ്ടിയാണെങ്കിൽ അവരുടെ അരികിലൂടെ ചേറി പാഞ്ഞു പോവും. അതിൽ ഒരുപാട് ചെളിവെള്ളം ഹീറോയുടെ ദേഹത്ത് തെറിക്കും. എന്റെ അമ്മയെ വെള്ളമൊക്കെ തുടച്ചു കൊടുത്ത് ഇപ്പൊ ഹീറോയുമായിട്ട് മുൻപോട്ടേക്ക് നടക്കും. അപ്പൊ ദൂരത്തായിട്ട് ഒരു പെണ്ണ് കനാലിന്റെ അടുത്ത് സൂയിസൈഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് ഹീറോയും അവന്റെ അമ്മയും കാണും.
ഹീറോ ആണെങ്കിൽ ആ പെണ്ണിനെ കണ്ട് ഷോക്കായി അവളെ രക്ഷപ്പെടുത്താൻ അവളുടെ അടുത്തേക്ക് ഓടുകയാണ്. അത് കണ്ട് അമ്മ അവനെ തടയാനായിട്ട് ശ്രമിക്കും. ആ സമയം ഒരു വണ്ടി വന്ന് അമ്മയെ ഇടിച്ച് തെറിപ്പിക്കും. ഇവിടെ ഹീറോ അവൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും പെണ്ണാണെങ്കിൽ പതിയെ അങ്ങനെ ഇൻവിസിബിൾ ആവും. ഹീറോ ശബ്ദം കേട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. അപ്പ അവൻ കാണും അവനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ച അവൻ ഒരുപാട് സ്നേഹിക്കുന്ന അവന്റെ അമ്മ അവരവിടെ മരിച്ചു കിടക്കുകയാണ്. ഹീറോയ്ക്കൊണ്ടാണെങ്കിൽ ആ ഒരു സങ്കടം അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവൻ പൊട്ടിക്കരയും. ഹീറോയ്ക്കും അവന്റെ സിസ്റ്റേഴ്സിനും അവൻ കാരണം അമ്മയില്ലാതായി മാറി. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. ഹീറോ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് കരയാണ്. സിസ്റ്റർ കരീൻ അവളാണെങ്കിൽ അമ്മയായിട്ടുള്ള പഴയ മെമ്മറീസ് അതൊക്കെ ആലോചിച്ച് അങ്ങനെ മനസ്സ് തകർന്നു നിൽക്കും. കരീനാണെങ്കിൽ അവളുടെ സിസ്റ്ററിനെ അവളെ ആശ്വസിപ്പിക്കും. ആ സമയം എപ്പോഴത്തേതും പോലെ അവരുടെ പപ്പ ആളാണെങ്കിൽ കോക്കറി കാണിച്ചും അടിമറിഞ്ഞും അവരെ ചിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് റുഖ്യ അവളാണെങ്കിൽ ആ സോൾ റീപ്പറിനോട് നിങ്ങൾ ആരാണ്, എവിടുന്ന് വരുന്നു എന്നൊക്കെ ചോദിക്കും. അതിനാള് പറയും എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. എൻ്റെ പേര് എയ്ച്ചറോ സൈദോ എന്നാണ്. ഞാനും നിന്നെ പോലെ ആ സോൾ റീപ്പർ അക്കാദമിയിലാണ് ഇവിടേക്ക് വരുന്നത്. ഞാൻ നിന്നെ കഴിഞ്ഞും 1 വർഷം സീനിയറാണ്. അതുകൊണ്ടാണ് നിനക്ക് എന്നെ മനസ്സിലാവാത്തത്. സോൾ റീപ്പർ അക്കാദമിയിൽ ദ ഫണ്ണി ഗായ് എന്നാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത്. നിങ്ങൾക്ക് ആ പേര് അതറിയോ? ഇതിന് അവളാണെങ്കിൽ അല്പനേരം ചിന്തിച്ച് അവനോട് പറയും എനിക്കറിയില്ല, അങ്ങനെ ഒരു പേരും ഞാൻ കേട്ടിട്ടില്ല. ഈ സമയം റുക്കിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയ ആ ഒരു കരടി ആല് തെറ്റി താഴേക്ക് വീഴുകയാണ്. അത് വന്ന് വീഴുക നമ്മുടെ ഹീറോയുടെ തലയിലും. ഹീറോ ആണെങ്കിൽ അവനെ തൂക്കിയെടുക്കും. നീ എന്റെ റുക്കിയുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്യാണല്ലേ? അതിനാ കരടിയാണെങ്കിൽ പേടിച്ച് വിറയ്ക്കും. അതേസമയം ആ സോൾ റീപ്പർ ആളാണെങ്കിൽ അവളോട് എന്തുകൊണ്ട് നീ സോൾ സൊസൈറ്റിയിലേക്ക് തിരികെ വരുന്നില്ല ചോദിക്കും. അതിന് അവളാണെങ്കിൽ അവനോട് പറയും ഇതുവരെ ഹോളോവേഴ്സിന്റെ എണ്ണത്തിൽ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. വീണ്ടും ഹോളോവേഴ്സ് ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരെ മുഴുവൻ തകർത്തില്ലാതാക്കാതെ ജനങ്ങളെ സേവ് ചെയ്യാതെ എനിക്കൊരിക്കലും അവിടേക്ക് തിരികെ വരാനാവില്ല. സോൾ റീപ്പർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും എനിക്കറിയാം നീ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന്. നീ ഇവിടെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുകയാണ്. ആ ഇച്ചിഗോയുമായിട്ട് നീ പ്രണയത്തിലല്ലേ? നിന്റെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി സൊസൈറ്റി മനസ്സിലാക്കി കഴിഞ്ഞു. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കും. അതിനെ റുഖ്യ അവനെ തടഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പോ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. സോൾ റീപ്പർ ആണെങ്കിൽ അടിച്ചു പറയും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടുന്ന് തിരികെ കൊണ്ടുപോകും. അതിനവള് പറയും ഞാൻ മനസ്സ് വെക്കാതെ ഒരിക്കലും സോൾ സൊസൈറ്റിയിലേക്ക് ഞാൻ തിരികെ എത്തില്ല. ആ സമയം കറക്റ്റ് ഇപ്പൊ ഹീറോ അവിടേക്ക് വരികയാണ്. ഹീറോയെ കണ്ട അത്ഭുതത്തോടു കൂടെ ആ സോൾ റീപ്പർ നീ ആരാണെന്ന് ചോദിക്കും. അതിന് ഹീറോ പറയും ഞാൻ ഒരു ടെമ്പററി സോൾ റീപ്പർ ആണ്. സോൾ റീപ്പറിനാണെങ്കിൽ കാര്യം പിടികിട്ടും. റുഖ്യ നീ ചെയ്തത് അത് വലിയ തെറ്റാണെന്ന് പറഞ്ഞ് ആ സോൾ റീപ്പർ അവന്റെ സ്ക്വാഡുമായിട്ട് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ വരും. അത് കണ്ട ഹീറോ അവൻ ആ കരടിയുടെ വായിൽ നിന്ന് ആ ഒരു സീഡ് അതെടുത്ത് അങ്ങനെ കഴിച്ച് അവനും സോൾ റീപ്പറായി മാറും. കട്ട് ചെയ്ത ഇതേ സമയം ഹീറോയുടെ സിസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് ഒരു ഹോളോ കടന്നു വരികയാണ്. അതാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യുന്ന അതേ സമയം ഇവിടെ റുഖ്യയ്ക്ക് ആ സിഗ്നൽ ലഭിക്കും. അതുകൊണ്ട് അവളാണെങ്കിൽ ഹീറോയോട് പറയും നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണം, നിന്റെ സിസ്റ്റേഴ്സ് അവർ അപകടത്തിലാണ്. ഹീറോ ആണെങ്കിൽ മറ്റൊന്നും നോക്കില്ല, റുഖ്യയുമായിട്ട് അവന്റെ സിസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് ഓടുകയാണ്. അപ്പൊ ദൂരത്തായി ആ സോൾ റീപ്പർ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിസ്സഹായനായി നോക്കി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.